പപ്പുവിൽ നിന്ന് ഇന്ത്യയുടെ ഷാഡോ പ്രധാനമന്ത്രിയിലേക്ക്. ആദ്യകാലത്ത് ഇന്ദിരാഗാന്ധി ഗൂംഗി ഗുഡിയയിൽ നിന്ന് പിന്നീട് ദുർഗ എന്ന് വിളിക്കുന്ന രീതിയിൽ മാറിയതുപോലെ രാഹുൽ ഗാന്ധി വളരുകയാണ്. ദ റൈസ് ഓഫ് രാഹുൽ ഗാന്ധി ഫ്രം പപ്പു ടു ദ ഷാഡോ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ശ്രീ രാഹുൽ ഗാന്ധിയുടെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്ന് കളം നിറഞ്ഞു നിൽക്കുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ ആർക്കും ഒരുപക്ഷെ സംശയം കാണും. ലോക്സഭയിലെ അദ്ദേഹത്തിൻ്റെ സ്പീച്ച്, മണിപ്പൂരിലെ ഇൻ്റർവെൻഷൻ, എല്ലാ സ്ഥലത്തേക്കും ഓടി നടന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയം. ശ്രീ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന് കഴിഞ്ഞ 10 വർഷത്തിൽ ആരും പറഞ്ഞിട്ടേയില്ല. പക്ഷേ ഇന്ന് ശ്രീ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന് വലതുപക്ഷ മീഡിയയും ഇടതുപക്ഷ മീഡിയയും മധ്യപക്ഷ മീഡിയകളും എല്ലാം പറയുന്നതിൻ്റെ കാരണം രാഹുൽ ഗാന്ധിക്ക് ആ വളർച്ചയുണ്ടായി എന്നുള്ളതാണ്. ഇന്ന് ഷാഡോ പ്രൈം മിനിസ്റ്റർ അഥവാ നിഴൽ പ്രധാനമന്ത്രി എന്ന രീതിയിലേക്ക് അദ്ദേഹം വരുന്നതിൻ്റെ കാരണം അതാണ്. 2012 നമ്മുടെ ലോകസഭയിലെ ഒരു ഗൈഡ് ലൈൻസിൻ്റെയും മറ്റും ഭാഗമായി പ്രതിപക്ഷ നേതാവിനെ ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കാം എന്ന് വന്നത്. നമ്മൾ ബ്രിട്ടനിലെ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റൈൽ ഓഫ് ഗവർണൻസും അഡ്മിനിസ്ട്രേഷനും ലോകസഭകളും ഒക്കെയാണ് പിന്തുടരുന്നത്. അപ്പോൾ അതിലെപ്പോഴും ഒരു ഷാഡോ പ്രൈം മിനിസ്റ്റർ കാണും. ഇപ്പം ഇംഗ്ലണ്ടിൽ ഭരണമാറ്റമുണ്ടായി, അപ്പോൾ പുതിയ പ്രധാനമന്ത്രി ചുമതല ഏൽക്കുമ്പോൾ ഒരു ഷാഡോ പ്രൈം മിനിസ്റ്റർ കാണും. പുതിയ ആഭ്യന്തരമന്ത്രി ചുമതല ഏൽക്കുമ്പോൾ ഒരു ഷാഡോ ഹോം മിനിസ്റ്റർ കാണും. അല്ലെങ്കിൽ പുതിയ ഫിനാൻസ് മന്ത്രി ചുമതല ഏൽക്കുമ്പോൾ ഒരു ഷാഡോ ഫിനാൻസ് മന്ത്രി കാണും. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രധാനമന്ത്രി നയങ്ങളും നിലപാടും സ്വീകരിക്കുമ്പോൾ അതിനോട് കൗണ്ടർ ചെയ്യുന്ന, അവിടെയുള്ള പ്രധാനമന്ത്രി നയങ്ങളും നിലപാടും ഉണ്ടാക്കുമ്പോൾ ഷാഡോ പ്രൈം മിനിസ്റ്റർ അതിൻ്റെ ക്രിട്ടിക്കും അതിൻ്റെ ഗവേഷണവും അതിനൊരു ഓൾട്ടർനേറ്റീവ് പോളിസിയും മറ്റും കൊണ്ടുവരും. അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു നിലപാട് മുമ്പോട്ട് വെക്കുമ്പോൾ, നയം മുമ്പോട്ട് വെക്കുമ്പോൾ അതിൻ്റെ മറുഭാഗങ്ങൾ കൊണ്ടുവരും. അപ്പം ജനങ്ങൾക്കൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്താണ്, ഒരു കൗണ്ടർ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ആരെയും ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കാറ്. കാര്യം ലോകസഭയിൽ 10% സീറ്റ് നേടിയാൽ മാത്രമേ ലോകസഭയിൽ പ്രതിപക്ഷ സ്ഥാനം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവില്ലായിരുന്നു, ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവില്ലായിരുന്നു. അവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ റൈസ് ആസ് ദി ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആൻഡ് ഓൾസോ ആസ് ദി ഷാഡോ പ്രൈം മിനിസ്റ്റർ. ഇനിയും ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗം മെച്ചമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധിയുടെ ഭരണഘടന ഉയർത്തിക്കൊണ്ടുള്ള പ്രസംഗം, പരമശിവന്റെ ചിത്രം ഉയർത്തിക്കൊണ്ടുള്ള പ്രസംഗം, രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ, അദ്ദേഹം ഓടി നടക്കുന്ന രീതി, അതെല്ലാം നല്ലൊരു എനർജി ഉണ്ടാക്കും. അത് ശ്രീ നരേന്ദ്രമോദിയും കുറെ കൂടെ പോസിറ്റീവാക്കും. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ അന്ധമായി മോദി ഭക്തരോ അന്ധമായി രാഹുൽ ഫാൻസോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ശ്രീ ശശി തരൂർ ലോകാരാധ്യനാണ്, അടുത്ത മുഖ്യമന്ത്രിയാണോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ശശി തരൂരിൻ്റെ പെർഫോമൻസ് മെച്ചമാകുകയാണ്. കാര്യം രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരിനെ പോലെ ലോക പൗരനാണ്. അദ്ദേഹത്തിന് സ്വന്തമായി വലിയ സമ്പാദ്യവും കാര്യങ്ങളും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ വളരെ എനർജറ്റിക് ആണ്. അപ്പോൾ ശശി തരൂരിന് ഒരു നല്ല ചലഞ്ച് വരുമ്പോൾ ശശി തരൂരിൻ്റെ പെർഫോമൻസ് കൂടുന്നു, ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നു കൂടുന്നു, എനർജിയും ഇൻവോൾവ്മെൻറ്റും എല്ലാം കൂടുന്നു. അങ്ങനെ രണ്ടുപേരും മികച്ചത് വരുമ്പോഴാണ്, സച്ചിനും ഷെയ്ൻ വോണും തമ്മിൽ ബാറ്റ് ചെയ്യുമ്പോഴാണ് സച്ചിൻ്റെയും ബെസ്റ്റ് പുറത്തു വരിക. കാരണം എന്തുകൊണ്ടാണ്? അപ്പോഴാണ് സച്ചിൻ എന്ന കളിക്കാരൻ തൻ്റെ പൂർണ്ണമായ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസ്, എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ സ്കിൽ, ടാലൻ്റ് ഒക്കെ പുറത്തെടുക്കുന്നത്. അതേപോലെ നരേന്ദ്രമോദിയുടെ ലീഗിലേക്ക് രാഹുൽ ഗാന്ധി വന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നരേന്ദ്രമോദിയോട് വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത്. അത് നരേന്ദ്രമോദിക്ക് നല്ലതാണ്, ശ്രീ രാഹുൽ ഗാന്ധിക്ക് നല്ലതാണ്. മോദിജിയുടെയും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും, രാഹുൽ ഗാന്ധിയുടെയും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നല്ലതാണ്. അങ്ങനെ നന്മയുടെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനായി മാറട്ടെ നമ്മുടെ ജനാധിപത്യം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും ഷാഡോ പ്രധാനമന്ത്രി ശ്രീ രാഹുൽ ഗാന്ധിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ജയ് ഹിന്ദ്.